ഗായ്സ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പം ക്ലാസ് ഉണ്ടായില്ല. അപ്പോൾ രാവിലേക്ക് എഴുന്നേറ്റിട്ടുണ്ട്. 6 മണി 6:15 എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഫസ്റ്റ് കുടിക്കണേണ്. പിന്നെ വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആട്ടപ്പൊടി ഇരിക്കണം കേട്ടോ. അപ്പം തന്നെ മനസ്സിലായി ഇന്ന് ചപ്പാത്തി ആയിരിക്കും. പിന്നെ നമ്മുടെ കണ്ണടയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അല്ലെങ്കിൽ രാവിലെ തന്നെ ഫുൾ ബ്ലറായിട്ട് കാണുമ്പോൾ ആകെ പ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കണ്ണടയൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരപാത്രത്തിൽ വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ഈന്തപ്പഴം ഇരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ആ ചാട് മാസത്തിൽ ഇപ്പോഴും അവിടെ നിന്ന് മാറിയിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്ന ഈന്തപ്പഴം കശുവണ്ടിയും കുറച്ച് പച്ചമുന്തിരിയും കഴിക്കണം കേട്ടോ. ഈ പച്ചമുന്തിരിക്ക് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, കാരണം ഒട്ടും തന്നെ മധുരം ഉണ്ടായില്ല. എന്നാലും കഴിക്കണം, ഫുള്ള് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡേ ആണെന്ന്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവങ്ങളൊന്നും കൊണ്ടുപോകണില്ല, ജസ്റ്റ് നമ്മളൊരു വെള്ളവും പിന്നെ ഒരു ടവലും കൊണ്ടുപോകുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആ ഒരു ചടങ്ങിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിന് തന്നെ ചടയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയണം കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് ആദ്യം 2 വർഷം പിന്നിട്ട് കെട്ടാന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു അത് വേണ്ട, പിന്നെ നമുക്ക് ബാക്കിൽ കെട്ടാന്ന് വിചാരിച്ച് ബാക്കിലായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോൾ ഇങ്ങനെ തന്നെയല്ലായിരുന്നു. ആദ്യം നമ്മൾ 2 വർഷം കെട്ടി, പിന്നീട് നമ്മൾ ബാക്കിൽ കെട്ടാന്ന് വിചാരിച്ച്. അമ്മായി തൊട്ടാ പറയാനുള്ള എൻ്റെ ആദ്യത്തെ ദിവസം നല്ല രീതിയിൽ വരട്ടെ, ശുഭപ്രതീക്ഷ. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. പറ്റാം. അപ്പോൾ വയസ്സ് എന്തായാലും ഏറെക്കുറെ ഒരു 7:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പത്തിന്. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോണേണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഫസ്റ്റത്തെ ഡേ ആണ്. സംഭവം കുറേ നാളായിട്ട് നമ്മൾ പോകണം എന്ന് വിചാരിച്ച് 10ലായപ്പോൾ പറഞ്ഞ് +1 പോകുന്നു, +1 പറഞ്ഞപ്പോൾ +2 പോകുന്നു, ഇപ്പോൾ പറഞ്ഞ് +2 കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, എന്തായാലും +2 തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് പോണേണ്. സംഭവം സ്റ്റഡീസിനെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പോകാമെന്ന് വിചാരിക്കണം. ഗൈസ് ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട് കേട്ടോ. ഇതിൻ്റെ അവിടെ എല്ലാ ദിവസവും നോക്കിയില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും അതിൽ നോക്കിയിട്ടേ ഞാൻ പോകുള്ളൂ. ഗൈസ് ഫുൾ ആൾക്കാർ രാവിലെ ആയിട്ടും. പിന്നെ ഇന്നാണെന്നാണ് ഞാൻ ഒറ്റക്കായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയായിരിക്കും. ഇന്ന് ചിലപ്പോൾ ഇത്തിരി ഒറ്റക്കായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും. അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്തായാലും വന്നിട്ട് ഞാൻ പറയട്ടെ ഗൈസ്. എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ, ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ദൂരം അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടല്ല സീനൊന്നുമില്ല. പിന്നെ ഇച്ചിരി തിരക്കായിരിക്കും വണ്ടികളുടെയൊക്കെ, സൂക്ഷിച്ച് റോഡും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യണം. പിന്നെ ഇത് നോർമലി സ്കൂളുള്ള ദിവസമാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. എന്തോ സംവിധാനം കാരണം ഞങ്ങൾ ക്ലാസ് ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഡേ എന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം തന്നെ കിട്ടുകയും ചെയ്ത്. പിന്നെ ഞാൻ ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ ഓണം എന്നിട്ട് ഞാൻ വൈകുന്നേരം നോക്കും. അപ്പോൾ ഗൈസ് ഞാൻ ജംഗ്ഷനിലെത്തി. ഞാൻ ഈ ഫോൺ വെച്ച് അങ്ങനെ സംസാരിക്കണില്ല, എനിക്ക് എന്തോ മാതിരിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് കാണട്ടെ. ഞാൻ ഒരുപാട് വ്ലോഗ് എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. സംഭവം 7:30 മണിയായിട്ട് ഞാൻ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് 6:30 വരാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മടി കാരണം നടന്നില്ല. എന്തായാലും വെക്കേഷനായിട്ട് ഞാൻ അത്ര നേരത്തെ എഴുന്നേറ്റുണ്ടായില്ല. അവസാനത്തെ പൊളിറ്റിക്സ് പരീക്ഷയ്ക്ക് ശേഷം ഞാൻ നേരത്തെ എഴുന്നേൽക്കണത് ഇന്നാട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളും ഉണ്ട്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അറിയാമല്ലോ, നല്ല എനർജി ആയിരിക്കും. ലൈറ്റ് ഇത്തിരി പ്രശ്നമാണ് ഗൈസ്. ഇനി അവിടെ എത്തണ വരെ ഞാൻ വ്ളോഗൊന്നും എടുക്കണം കേട്ടോ. കാരണം ഇതിലൂടെ ഞാൻ വ്ളോഗ് എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വ്ളോഗ് എടുക്കാനുണ്ടാവില്ല. അതിനാൽ ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അങ്ങനെ നമ്മൾ ജിമ്മ് എത്തിയിട്ടുണ്ട്. ഇതാ കാണാറുണ്ട് സംഭവമില്ലേ, അവിടെയാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ജിമ്മിന് പോണത്. അപ്പോൾ സംഭവം നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് ഞാൻ എടുക്കാൻ ചാൻസ് ഇല്ല, എനിക്ക് എന്തോ മാതിരിയാണ്. അങ്ങനെ കഴിയും സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റത്തെ ദിവസം ജിമ്മിന് പോയി. പിന്നെ വേർത്ത് കുളിച്ചിക്കണത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇങ്ങനെ മലമറിച്ച് ഓരോന്ന് ചെയ്യണമായിരുന്നത്. അങ്ങനെയല്ല ഗൈസ്, ഞാൻ വെറുതെ പുറത്ത് പോയി നിന്നാൽ തന്നെ അങ്ങനെ വേർത്ത് ഉരുകും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ ദിവസം പോയി ഞാൻ ഉള്ളിലൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. കാരണം ഫസ്റ്റത്തെ ദിവസം തന്നെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്താൽ എന്തോ മാതിരിയാണ് ഗൈസ്. ഒന്നാമത് എനിക്ക് അവിടെ ആരെയും അറിയില്ല, എല്ലാവരും കാര്യം നോക്കണം. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റക്ക് നിന്നിട്ട് എന്തോ മാതിരി തോന്നുന്നത്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചങ്കും വരും. അപ്പോൾ പിന്നെ കമ്പനിക്ക് ഒരാളായി, പിന്നെ വൈബായിരിക്കും, അടിപൊളിയായിരിക്കും. ഞാൻ അവിടെ മുകളിൽ നിന്നിട്ട് കുറച്ച് നേരം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് താഴത്തോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് എന്താ വേർപ്പൊക്കെ തുടയ്ക്കണത്. എനിക്ക് അത്രയ്ക്ക് ചമ്മലായിരുന്നു, എന്തോ മാതിരിയായിട്ട് ഒറ്റക്കുള്ളതുകൊണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വേർപ്പൊക്കെ തുടച്ച് ഉണക്കിയിട്ട് നമ്മൾ പോണേണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വാമപ്പൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായല്ലോ. ഒരു കുറച്ച് നേരം ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ഒന്നും ഉണ്ടായില്ല. ഒരു കൂടിപ്പോയാലും ഒരു 1.25 മണിക്കൂർ അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് മാത്രമുണ്ട് രാവിലെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം പോകുന്ന വെച്ചിട്ടായിരുന്നു, ഒരു 6 മണിക്ക് ആകുമ്പോൾ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചങ്കും ഉണ്ടാവും. അപ്പോൾ ഒരുമിച്ച് വന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പോണ വഴി ഗൈസ് ഇങ്ങനെ ലൈൻ കമ്പിയും കുറേ കാക്കകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു.
കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ പോകാൻ വഴി കുറച്ച് ഉരുളക്കിഴങ്ങ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചിട്ട് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി അല്ലേ രാവിലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രാവിലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അമ്മ ഞാൻ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത്രയായിട്ടും കുളിച്ചിട്ടില്ല. വന്നിട്ട് തന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി കഴിക്കണതാണ്. ജസ്റ്റ് ഒരു 3 ചപ്പാത്തി കഴിക്കണതാണ്. ചപ്പാത്തി കഴിക്കാനെങ്കിൽ അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ചപ്പാത്തി കഴിക്കണതാണ് കഴിയും. പിന്നെ എൻ്റെ സ്കൂളിൽ പോണേൻ്റെ ഫസ്റ്റത്തെ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ടില്ലേ, അതിൻ്റെ താഴത്ത് കമൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ജിമ്മിന് എന്തിനാണ് പോണേന്ന്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ലപോലെ ഫുഡൊക്കെ കഴിക്കണം. അത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നാലും ഇനിയും ശ്രദ്ധിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേന് നമുക്ക് മീഷോ ഒന്ന് നമ്മുടെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇന്നർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ അമ്മ മേടിച്ചിട്ടുണ്ടായ ഒരു ഡ്രസ്സാട്ടോ, പക്ഷേ ഭയങ്കര വലുതായിപ്പോയി, എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ എവർ ടീമിൻ്റെ അഗെയിൻ ഒരു റിവ്യൂ എടുക്കാനുണ്ടായിരുന്നു. നാളെ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും കൂടിയും ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ പറഞ്ഞത് തന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പമായി എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും പിന്നെ കുറേ പഠിക്കാനുണ്ട്. ഞാൻ ബുക്ക് തുറന്നിട്ടില്ല, ക്ലാസ് പറഞ്ഞിട്ട് ബുക്ക് തുറന്നിട്ടില്ല. അപ്പോൾ അതെന്തായാലും പഠിച്ചൊന്ന് ഒരുവിധം സെറ്റാക്കണം. എല്ലാം പഠിച്ച് തീർക്കാൻ പറ്റില്ല, അത്ര കൊണ്ടിട്ട്. അപ്പോൾ പറ്റാവുന്ന പഠിച്ച് തീർക്കണം. അപ്പോൾ അതും കൂടി ഉണ്ട്. ഇനി എഡിറ്റ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കണം. ഏറെക്കുറെ ഒരു ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ മടിയാണ് മൊത്തത്തിൽ, കാരണം ഭയങ്കര കഷ്ടപ്പാടാണ്. എഡിറ്റ് ചെയ്യണതാണ് ഏറ്റവും മടിയുള്ള പ്രശ്നം എന്ന് പറയുന്നത്. കുറേ നേരം അത് വീണ്ടും കണ്ട് മടുക്കും. അത് പോരാണ്ട് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവർ അത് ശരിയായില്ലെന്ന് പറയുമ്പോൾ ഒന്നും കൂടിയും കഷ്ടപ്പാടാണ്. ചിലപ്പോൾ 2 GB ഒക്കെ ആയിരിക്കും ഒരു വീഡിയോ ഒക്കെ നമുക്ക് കൊടുക്കണ്ടാവുക. അപ്പോൾ അതൊന്നും കൂടിയും റീ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി പണിയുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് എപ്പോൾ ഇതിനോട് അടുത്തുനിന്ന് പാല് മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. കാരണം നമ്മളടുത്ത് പാല് ഒരു ഗ്ലാസ് എല്ലാ ദിവസവും കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ പാക്കറ്റ് പാലല്ല, ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലില്ലേ അത്. അപ്പോൾ അതെന്തായാലും മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇത് 2-3 ദിവസമായി റോസ്മേരി ലീവ്സ് മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വെള്ളം ഒന്ന് ഉണ്ടാക്കണം. കാരണം ഇന്നാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലോട്ട് റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടണം കേട്ടോ. വേറൊന്നുമില്ല, നമ്മുടെ ഉലുവ കേട്ടോ, കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാമായിരിക്കാം എൻ്റെ വീഡിയോ ഉള്ളവർക്ക് നല്ലപോലെ മുടി കൊഴിഞ്ഞാകെ ഒന്നുമില്ലാണ്ട് കശിൻ്റെ മാതിരി കേടുണ്ട് എൻ്റെ മുടി. അപ്പോൾ കുറച്ചൊന്ന് വളർത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ വർക്കാവുന്ന ഒരുപാട് പ്രതീക്ഷിക്കുന്നത് ഗൈസ്. അപ്പോൾ പലർക്കും നല്ല റിസൾട്ടൊക്കെ വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതെന്തായാലും തലയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് എൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു കഴിവാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പാലിങ്ങനെ തണുത്തിട്ടുള്ള പാല് പഞ്ചസാരയൊക്കെ ഇടാണ്ട് കുടിക്കാൻ പറ്റും ഗൈസ്. അത് എനിക്കറിയില്ല, എൻ്റെ കഴിവാണെന്ന് അറിയില്ല. ചിലർക്കൊക്കെ ഛർദ്ദിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കകത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് പിന്നെ പഞ്ചസാര ഇടാണ്ട് ആറ്റിയിട്ട് അട കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല ഗൈസ്, എൻ്റെ പ്രത്യേകത കഴിവാണെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമൊക്കെ ഉണ്ട്, എനിക്കിങ്ങനെ ഛർദ്ദിക്കാനൊന്നും വരത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായില്ലേ, അത് ഉണക്കാന്നുള്ളതാണ്. ഫാൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും, അങ്ങനെയാണ് ഉണക്കണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അമ്മ മറ്റേ പച്ചമുന്തിരി ഇല്ലേ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്, അത് ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുടിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം മറ്റേതിന് മധുരം ഉണ്ടായില്ല, ഇങ്ങനെ മധുരം ഇട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചപ്പാത്തിയും കറിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ തുറന്നിട്ട് ഇന്നാണെന്ന് ബുക്ക് തുറക്കണം ഗൈസ്. പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കാൻ എടുക്കേണ്ടായിരുന്നത്. ജസ്റ്റ് കുറച്ച് എഴുതിപ്പിച്ചിട്ടുണ്ടായുള്ളൂ, എന്നാലും അത് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിക്കണേണ്. ഇത്ര നാളേക്ക് പഠിക്കാൻ പോയിട്ടുണ്ടായില്ല ഗൈസ്. ആകെ മടിയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഒരുപാടൊന്നും എഴുതിപ്പിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് തുടക്കമല്ലോ ഇപ്പം. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് മാതിരി ഉണ്ടാക്കുന്നുണ്ട്. രാത്രി ആയപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും പഠിക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ ഹിസ്റ്ററി നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായില്ല. പൊളിറ്റിക്കൽ സയൻസ് ഫുൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്കൂളിലോട്ട് ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ട്യൂഷൻ ടീച്ചറിനെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ 10ലും 9ലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായി ടീച്ചർ. അപ്പോൾ മിസ്സിനെ കൊണ്ട് എടുക്കാൻ വേണ്ടി ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് രാത്രിത്തേക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സോയാബീൻ്റെ ആ ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കേണ്ടായിരുന്നത്. നമ്മുടെ മിക്കയുടെയും ലൈഫ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കാം, ഞാൻ സോയാബീൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ. പിന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം കൂടിയാണല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ സോയാബീൻ സ്റ്റോക്ക് ആയിരിക്കും ഗൈസ്. എന്തായാലും സോയാബീൻ ഇവിടെ ഉണ്ടാവും, കാരണം പെട്ടെന്ന് ഉണ്ടാക്കാനും എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് സോയാബീൻ. അപ്പോൾ ഇന്ന് നമ്മൾ പൊടിച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കണം, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനാണ്. കാരണം ഇന്നതിന് ടൈം
ഒന്നുമില്ല, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോയാബീൻ കൂട്ടിയിട്ട് നമ്മൾ ചോറ് വയ്ക്കണം കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ നെല്ലിക്കാച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത്രോളം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ തന്നെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.